and welcome back to my YouTube channel. ഇന്ന് നമ്മൾ ചെയ്യാൻ വേണ്ടി പോകുന്ന ഒരു മീഷോ ഹോൾ ആണ് ട്ടോ. As you know, നമ്മുടെ ചാനലിൽ ഒരുപാട് മീഷോ ഹോൾ അപ്ലോഡ് ആയിട്ടുണ്ട്. എല്ലാവരും ഒന്ന് കണ്ടു നോക്കുക. ഞാൻ എല്ലാത്തിന്റെ ലിങ്കും കാര്യങ്ങളും ഒക്കെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാൻ മാക്സിമം ട്രൈ ചെയ്യാറുണ്ട്. ഇൻ കേസ് ഔട്ട് ഓഫ് സ്റ്റോക്ക് ആണെങ്കിൽ ലിങ്ക് കിട്ടിയിട്ടില്ലെങ്കിൽ ഞാൻ സെർച്ച് കോഡ് എങ്കിലും കൊടുത്തേക്കും. അതും ഞാൻ വിട്ടുപോയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഒന്ന് പറഞ്ഞാൽ മതി, ഞാൻ ലിങ്കും കാര്യങ്ങളും ഒക്കെ കൊടുത്തേക്കാം കേട്ടോ. സോ ഇന്ന് ഒരു റാൻഡം ഹോളാണ്. ഡ്രസ്സ് എന്ന് പറയാനില്ല, കിച്ചൺ എസെൻഷ്യൽസ് എന്ന് പറയാനില്ല, എല്ലാം ഒരു മിക്സപ്പ് ഹോളാണ് കേട്ടോ. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെടുമെന്ന് വിചാരിക്കുന്നു. സോ വിത്തൗട്ട് എനി ഡിലേ ലെറ്റ്സ് ഗെറ്റ് ഇൻ ടു ദ വീഡിയോ. അപ്പോൾ ഫസ്റ്റ് ആയിട്ട് ഞാൻ കാണിക്കാൻ വേണ്ടി പോകുന്നത് ഒരു ചപ്പലാണ് കേട്ടോ. ഒരു ഫ്ലാറ്റ്സ് ആണ് ഞാൻ മീഷോയിൽ നിന്ന് പർച്ചേസ് ചെയ്തേക്കുന്നതാണ്. നല്ലൊരു ഒരു ബ്രൗൺ കളറിലുള്ള ഒരു ഫ്ലാറ്റ്സ് ആണ് കേട്ടോ. അടിപൊളിയാണ്. ഇതിൻ്റെ പ്രൈസ് വന്നിട്ട് ജസ്റ്റ് 190 റുപ്പീസ് ആണ് കേട്ടോ. 190 റുപ്പീസ് ഞാൻ പർച്ചേസ് ചെയ്തേക്കുന്നതാണ്. നല്ല ഡീറ്റെയിലിംഗ് ആണ്. അപ്പോൾ ഞാൻ വിചാരിച്ചു വലിയൊരു ക്വാളിറ്റി ഉണ്ടാവില്ല എന്നൊക്കെ വിചാരിച്ചേ, പക്ഷെ നല്ല ക്വാളിറ്റി ആണ് കേട്ടോ. ഇതിൻ്റെ സ്റ്റിച്ചിങ് ആണെങ്കിലും പാറ്റേൺ ആണെങ്കിലും എല്ലാം അടിപൊളിയാണ്. സൂപ്പർബായിട്ടുള്ള ഒരു പർച്ചേസ് ആയിരുന്നു. എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടു. ഓൾമോസ്റ്റ് എല്ലാ സൈസും കാര്യങ്ങളൊക്കെ അവൈലബിൾ ആണ്. ഇതിന്റെ ലിങ്ക് ഞാൻ കൊടുത്തേക്കാം. ജസ്റ്റ് 190 റുപ്പീസ് ഇതിനുള്ളൂ കേട്ടോ. ഇതാണ് നമ്മുടെ ഫസ്റ്റ് പർച്ചേസ് വന്നിട്ട്. അടുത്തതും ഒരു ചപ്പൽ തന്നെയാണ്, പക്ഷെ ഒരു ഇൻഡോർ ചപ്പലാണ് കേട്ടോ. കുറച്ച് വെറൈറ്റി ആയിട്ടുള്ള, എല്ലാവർക്കും ഇഷ്ടപ്പെടും, നല്ല രസമുള്ള ഒരു ഇൻഡോർ ചപ്പലാണ്. 2 കൊമ്പൊക്കെ ഉണ്ട് കേട്ടോ. ഞാൻ വീടിൻ്റെ അകത്ത് ഇടാൻ വേണ്ടിയിട്ട് വാങ്ങിയതാണ്. ഇതിന് 280 റുപ്പീസ് ആണ് കേട്ടോ. ഭയങ്കര കംഫർട്ടബിൾ ആണ്. എനിക്ക് ഈ ടൈലിൽ അധികം ബെയർ ഫൂട്ടായിട്ട് നടക്കാൻ പറ്റത്തില്ല. അപ്പോഴത്തേക്കും കാല് വേദന എടുക്കുകയും ചെയ്യും, ഹീൽസിൻ്റെ ഭാഗത്ത് ക്രാക്സ് വരികയും ചെയ്യും കേട്ടോ. അപ്പം അതുകൊണ്ട് ഞാൻ എപ്പോഴും ആ ഒരു ഏരിയ കവർ ചെയ്യുന്ന രീതിയിൽ നോക്കാറുണ്ട്. ഇവിടെ വലിയൊരു കവറിങ് ഇല്ലെങ്കിലും ഇവിടെ ഒരു കുഴി ഉണ്ട് കേട്ടോ. അപ്പം ചെറിയൊരു കവറേജ് ഒക്കെ കിട്ടുന്നുണ്ട്. നല്ല മെറ്റീരിയലാണ്, നല്ല സോഫ്റ്റ് ആണ് കേട്ടോ. അടിപൊളിയാണ്. നല്ല കൊമ്പുണ്ട്, കണ്ണുണ്ട്, മൂക്കുണ്ട്, എല്ലാം ഉണ്ട്. 280 റുപ്പീസാണ് ഈ ഒരു സാധനത്തിന് വന്നിട്ട്. ഇതിൻ്റെ പല പല സാധനങ്ങളുണ്ട്. പിഗ്സ് ഉണ്ട്, ഡക്സ് ഉണ്ട്, കുറേ വെറൈറ്റി സാധനങ്ങളുണ്ട് കേട്ടോ. അപ്പം ഇതാണ് നമ്മുടെ രണ്ടാമത്തെ പർച്ചേസ് വന്നിട്ടത്. ഞാൻ വാങ്ങിയേക്കുന്ന ഒരു സ്ലിംഗ് ബാഗ് ആണ് കേട്ടോ. മീഷോയിൽ നിന്ന് വാങ്ങിയേക്കുന്നത്. എനിക്ക് കണ്ടിട്ട് ഭയങ്കര ഇഷ്ടപ്പെട്ടു. ഞാൻ സ്ലിംഗ് ബാഗൊക്കെ വാങ്ങൽ നിർത്തിയതാണ്, പക്ഷെ ഇതെനിക്ക് കണ്ട് നല്ല ഇഷ്ടപ്പെട്ട് ഞാൻ വാങ്ങിയതാണ്. ബ്രോഡ് സ്ട്രാപ്പാണ് വരുന്നത്, അഡ്ജസ്റ്റബിൾ ആണ് കേട്ടോ. ഇതിൻ്റെ ഉള്ളിൽ ഒരു കമ്പാർട്ട്മെൻ്റ് ഉണ്ട്, അതിൻ്റെ ഉള്ളിൽ ഒരു കമ്പാർട്ട്മെൻ്റ് ഉണ്ട്, അതേപോലെ ബാക്കിലൊരു കമ്പാർട്ട്മെൻ്റ് ഉണ്ട്. ഈ മാഗ്നറ്റിക് ക്ലോഷറാണ് കേട്ടോ വരുന്നത്. അടിപൊളിയാണ്. നല്ല ഇത് ഒരു ലെതർ ടൈപ്പാണ്. അടിപൊളി മെറ്റീരിയൽ ആണ്. ഒരു ഡിഫക്റ്റോ കാര്യങ്ങളോ ഒന്നും പറയാനില്ല. 340 റുപ്പീസിനാണ് ഈ ഒരു സ്ലിംഗ് ബാഗ് ഞാൻ വാങ്ങിയിരിക്കുന്നത് കേട്ടോ. ഇതും ലിങ്കും കാര്യങ്ങളും ഒക്കെ ഞാൻ കൊടുത്തേക്കാം കേട്ടോ. അപ്പം ഇതാണ് നമ്മുടെ അടുത്ത പർച്ചേസ് വന്നിട്ട്. അടുത്തതൊരു ഡ്രസ്സാണ്. ഈ ഒരു ഡ്രസ്സ് ഞാൻ കുറേ കാലമായി വിഷ് ലിസ്റ്റിൽ ആഡ് ചെയ്ത് വെക്കുന്നു, പക്ഷെ ഇതിൻ്റെ റെഫറൻസ് ഫോട്ടോയോ അതുമായിട്ട് റിലേറ്റ് ചെയ്ത് വേറെ ഫോട്ടോയോ ഒന്നും ഇല്ലായിരുന്നു കേട്ടോ. അപ്പോൾ എങ്ങനെ ഉണ്ടാവും, ക്വാളിറ്റി ഒന്നും അറിയാണ്ട് ഞാൻ കുറേ കാലം വിഷ് ലിസ്റ്റിൽ വെച്ച് ലാസ്റ്റ് ഇപ്പോൾ ഓക്കെ എന്താണെങ്കിലും കുഴപ്പമില്ല, അപ്പോൾ മോശമായിട്ടുള്ള ഒരു പ്രൊഡക്റ്റ് ആണ് വരുന്നതെങ്കിലും നമുക്ക് റിട്ടേൺ അടിക്കാന്നുള്ള ഒരു രീതിയിൽ ഞാൻ വാങ്ങിയിട്ടുള്ള ഒരു ഡ്രസ്സാണ് കേട്ടോ. പക്ഷേ അടിപൊളിയായിരുന്നു. സൂപ്പർബായിട്ടുള്ള ഒരു ഡ്രസ്സാണ്. നല്ല ഡീപ്പ് വി നെക്ക് വന്നിട്ട് വേസ്റ്റിന്റെ ഭാഗത്തൊരു ഇലാസ്റ്റിക് ഒക്കെയുള്ള ബിലോ നീ ആണ്, പക്ഷെ മാക്സി ലെങ്ത് ഒന്നും അല്ല കേട്ടോ. നല്ല ഭംഗിയാണ്. പ്യോർ കോട്ടൺ ആണ്. പ്യോർ കോട്ടൺ എന്ന് വെച്ചാൽ പ്യോർ കോട്ടൺ. കളർ പോകുന്നോ ഫെയ്ഡ് ആവുന്നോ ഒന്നും സംശയം വേണ്ട, ബിക്കോസ് ഞാൻ ഓൾറെഡി ഒന്ന് വാഷ് ചെയ്തതാണ്. കളർ ഒരു തുള്ളി പോലും ഇളകത്തില്ല. ഒരു മെറ്റീരിയലിന്റെ ക്വാളിറ്റിക്ക് ഒരു ഡിഫറൻസും വന്നിട്ടില്ല കേട്ടോ. കൈ ചെറിയൊരു ഡിഫറെൻറ്റ് കൈയാണ്. ഇവർ സ്ലീവ് സെപ്പറേറ്റ് ആയിട്ട് അറ്റാച്ച് ചെയ്തതല്ല, ഇതിൽ നിന്ന് തന്നെ ഉള്ള സിംഗിൾ പീസ് അറ്റാച്ച്മെൻ്റ് ആണ്. അപ്പം ഇങ്ങനെ കുറച്ച് ലൂസായിട്ട് വന്നേക്കുന്ന ടൈപ്പാണ് കൈ കേട്ടോ. അത് അങ്ങനെ തന്നെ വെക്കുന്നതാണ് അതിൻ്റെ ഒരു ഭംഗി. ഞാൻ ഫോട്ടോയും കാര്യങ്ങളൊക്കെ അറ്റാച്ച് ചെയ്ത് കൊടുത്തേക്കാം. ഈ ഒരു സാധനം ഞാൻ വാങ്ങിച്ചേക്കുന്നത് 432 റുപ്പീസിനാണ് കേട്ടോ. നല്ല ഭംഗിയുണ്ട്. ഇത് ഫോട്ടോ കാണാൻ നല്ല രസമുണ്ട്. പക്ഷെ റിവ്യൂ ഫോട്ടോ ഒന്നും ഇല്ലാണ്ടായപ്പോൾ ഞാൻ വിചാരിച്ചു റിവ്യൂ ഇല്ല, അപ്പം ആരും പർച്ചേസ് ചെയ്തിട്ടില്ലേ, കൊള്ളില്ലേ എന്ന് വിചാരിച്ചാണ് കുറേ കാലമായിട്ട് വിഷ് ലിസ്റ്റ് ചെയ്ത് രണ്ടും കൽപ്പിച്ച് വാങ്ങിയതാണ്. എന്തായാലും അടിപൊളി ഒരു പർച്ചേസ് ആയിരുന്നു കേട്ടോ. ഇത് വാങ്ങി നോക്കേണ്ടവർ എന്തായാലും ട്രൈ ചെയ്ത് നോക്കിക്കോളൂ. എല്ലാ സൈസും അവൈലബിൾ ആണ്. അപ്പം ഇതാണ് നമ്മുടെ അടുത്ത പർച്ചേസ്. ഇനി അടുത്തതൊരെണ്ണം ഒരു ജാക്കറ്റ് ആണ് കേട്ടോ. ഒന്ന് ട്രൈ ചെയ്യാമെന്നുള്ള രീതിയിൽ വാങ്ങിയ ഒരു ഹൂഡഡ് ജാക്കറ്റ് ആണ്. ഇതിൻ്റെ റേറ്റ് ഞാൻ ഓർക്കുന്നില്ല, ഞാൻ കൊടുത്തേക്കാം. വിത്ത് ഹൂഡിയുള്ള ഞാൻ കുറച്ചൊരു ലൂസായി കിടക്കട്ടെ എന്ന് വിചാരിച്ച് ലാർജ് ആണ് വാങ്ങിയത്. പക്ഷേ ഈവൻ ദോ ഈ വേസ്റ്റ് ഭാഗത്ത് അടിയിൽ വരുന്ന ഈ ഒരു എലാസ്റ്റിക് ഉണ്ടല്ലോ, ഇത് നമുക്ക് ടൈറ്റായിട്ട് തോന്നും, ടൈറ്റായിട്ട് വരും. ബാക്കി ലൂസും ഈ ഒരു ഏരിയ മാത്രം കുറച്ചൊരു ടൈറ്റായിട്ട് കിടക്കും. അത് മാത്രമേ എനിക്കൊരു ഡിഫക്റ്റ് ആയിട്ട് തോന്നിയുള്ളൂ. അതർവൈസ് മെറ്റീരിയൽ ക്വാളിറ്റി അടിപൊളിയാണ്, ഡിഫക്റ്റ് ഒന്നുമില്ല.
നല്ല നല്ല ഭംഗിയുണ്ട്. ഇതൊന്ന് വാഷ് ചെയ്തതാണ്, ഒരു പ്രശ്നമില്ല. വിത്ത് പോക്കറ്റ്സ് ആണ് വന്നേക്കുന്നത്. നല്ല ഭംഗിയിൽ കിടന്നോളൂ കേട്ടോ. അടിപൊളിയുള്ളൊരു സാധനമാണ്. ഇതിൻ്റെ റേറ്റ് ഞാൻ ഓർക്കുന്നില്ല, റേറ്റ് ഞാൻ കൊടുത്തേക്കാം കേട്ടോ. എത്രയാന്ന് ലിങ്കും കൊടുത്തേക്കാം. അപ്പം ഇതാണ് നമ്മുടെ അടുത്തത് വന്നത്. ഇനി ഒരു ഡ്രസ്സും കൂടെ ഉണ്ട് കേട്ടോ. അതൊരു ക്രോപ്പ് ടോപ്പാണ്. ഇതും ഞാൻ കുറച്ച് മുമ്പ് വാങ്ങിയതാണ് കേട്ടോ. അതുകൊണ്ട് ഞാൻ റേറ്റ് ഓർക്കുന്നില്ല. ഒരു സ്ലീവ്ലെസ് ക്രോപ്പ് ടോപ്പാണ് വന്നേക്കുന്നത്. ഇത് മെറ്റീരിയൽ ബനിയൻ ക്ലോത്ത് പോലത്തെ മെറ്റീരിയൽ ആണ്. സീത്രൂ ഒന്നും അല്ല, അടിപൊളിയാണ്. സ്റ്റിച്ചിങ്ങും കാര്യങ്ങളും ഒക്കെ സൂപ്പർബാണ് കേട്ടോ. അടിപൊളിയാണ്, നല്ല ഭംഗിയുണ്ട്. ഇതിൻ്റെ ഒന്നെങ്കിൽ ഇതും സ്കേർട്ടായിട്ടോ ജീനായിട്ടോ എന്തായിട്ട് വേണമെങ്കിലും പെയർ ചെയ്യാൻ പറ്റുന്ന ഒരു ടോപ്പാണ് കേട്ടോ. ഇതിൻ്റെ റേറ്റ് ഞാൻ ഓർക്കുന്നില്ല, ഞാൻ എഡിറ്റ് ചെയ്യുന്ന സമയത്ത് ഞാൻ ആഡ് ചെയ്ത് കൊടുത്തേക്കാം. അപ്പം ഇതാണ് നമ്മുടെ ഡ്രസ്സിൻ്റെ ലാസ്റ്റ് പർച്ചേസ് വന്നിട്ട്. അടുത്തത് മീഷോയിൽ നിന്ന് വാങ്ങിയ എത്ര കണ്ട് നന്നായിരിക്കും. ക്വാളിറ്റി ബ്രാൻഡല്ല, ആദ്യമേ ഞാൻ എടുത്തു പറയാം, ബ്രാൻഡല്ല. എത്ര കണ്ട് നല്ലതായിരിക്കും എന്നറിയാണ്ട് ഡൗട്ട്ഫുള്ളായി ഒന്ന് ട്രൈ ചെയ്ത് നോക്കാൻ വേണ്ടിയിട്ട് വാങ്ങിയതാണ്. ഞാൻ കുറച്ച് ടീഷർട്ട് ബ്രാസ് ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു ഇതിൽ നിന്ന്. ഇതാണ് ഒന്നാമത്തെ വന്നിട്ട്. ഇങ്ങനെ വന്നിട്ട് ബാക്ക് മറ്റേ ക്ലോസ് ചെയ്ത് കാണിച്ചു തരാം. പക്ഷെ ഇതിപ്പം ഞാൻ ഇതിലൊരെണ്ണം യൂസ് ചെയ്തു, എനിക്ക് ക്വാളിറ്റിയും കാര്യത്തിലൊന്നും ഒരു കംപ്ലൈൻറ്റും ഇല്ല കേട്ടോ. ഇങ്ങനെയാണ് വന്നേക്കുന്നത് ബാക്ക് കേട്ടോ. ബാക്ക് ഇങ്ങനെയാണ് ക്ലോഷർ വന്നേക്കുന്നത്. അടിപൊളിയാണ്. ടീഷർട്ട് ബ്രാസ് ആണ്. നമുക്ക് ടീഷർട്ടിൻ്റെ കൂടെ ടീഷർട്ടിൻ്റെ അടിയിലൊക്കെ ഇടാൻ വേണ്ടിയിട്ട് അടിപൊളിയാണ്. ഇതൊരു കോംബോ ഓഫ് 3 ആണ് കേട്ടോ. കളേഴ്സ് നമുക്ക് ഓപ്റ്റ് ചെയ്യാൻ. ഞാനൊരു ഗ്രീനും ബ്ലൂവും റെഡും ആണ് എടുത്തേക്കുന്നത്. നോൺ പാഡഡ് ആണ്, വെരി കംഫർട്ടബിൾ ആണ് കേട്ടോ. ചീപ്പാണ്, ആദ്യം എടുത്തു പറയാം, ചീപ്പാണ്. ചീപ്പർ ഓപ്ഷൻസ് നോക്കുന്നവരുണ്ടെങ്കിൽ ഞാൻ ഇതിൻ്റെ ലിങ്ക് കൊടുത്തേക്കാം. ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ, വെരി കംഫർട്ടബിൾ ആണ് കേട്ടോ. അതേപോലെ ഞാൻ ഒരു പാഡഡും എടുത്തിട്ടുണ്ടായിരുന്നു, ഒരു ബ്ലാക്ക്. ഇത് കുറച്ചുകൂടി ഒരു പ്രൈസിയാണ്, ഒരു 400-500 റേഞ്ച്, ആ ഒരു റേഞ്ചിൽ വരുന്നതാണ്. പാഡഡ് ആണ് കേട്ടോ. ഇതും നല്ല കംഫർട്ടബിൾ ആണ്. എക്സ്ട്രാ പാഡ് ഉണ്ടെന്നേ ഉള്ളൂ. ഇതിപ്പോൾ നമുക്ക് റിമൂവ് ചെയ്യണമെങ്കിൽ ഇവിടെ ചെറുതായിട്ട് ഈ ഒരു സ്റ്റിച്ച് കളഞ്ഞിട്ട് അത് റിമൂവ് ചെയ്തിട്ട് അത് റീസ്റ്റിച്ച് ചെയ്യാവുന്നതേ ഉള്ളൂ കേട്ടോ. അത് നമ്മുടെ കൺവീനിയൻസ് അനുസരിച്ചാണ്. പക്ഷെ നല്ല ഭംഗിയില്ലേ കാണാൻ വേണ്ടിയിട്ട്, അടിപൊളിയാണ്. ഇതിപ്പോൾ എനിക്ക് തോന്നുന്നു ബ്രാസ് ആയിട്ടല്ല, അല്ലാണ്ട് തന്നെ നമുക്കൊരു ടോപ്പിൻ്റെ ഒരു ബോട്ടത്തിൻ്റെ കൂടെ ഇട്ടാലും അടിപൊളിയായിട്ട് പെയർ ചെയ്യാൻ വേണ്ടി പറ്റുന്ന ഒരു സംഭവമാണ്. ഇത് രണ്ടുമാണ് ഞാൻ ആദ്യമായിട്ട് മീഷോയിൽ നിന്ന് പർച്ചേസ് ചെയ്ത് നോക്കുന്നത്. കാരണം ഇത് കുറേ ആയി ഞാൻ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം എന്ന് വിചാരിക്കുന്നു. അങ്ങനെ ട്രൈ ചെയ്ത് നോക്കിയ വീഡിയോ ഇത്രേ ഉള്ളൂ കേട്ടോ. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. എല്ലാത്തിൻ്റെ ലിങ്കും കാര്യങ്ങളും ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. അപ്പോൾ അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് കാണും വരേക്കും. ബൈ.